ഇറ്റ്സ് സൺഡേ ഈവനിങ്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ സൺഡേ വരെ വെയിറ്റ് ചെയ്തതെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. കുറേ ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം പെട്ടെന്ന് അങ്ങ് സ്കിപ്പാകുമ്പോൾ പിന്നീട് അത് കഴിക്കാനുള്ള ക്രാവിങ്സ് ഭയങ്കരമായിട്ട് കൂടി വരുമല്ലോ. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള കപ്പക്കൂട്ടിന് വേണ്ടിയിട്ട് സൺഡേ വരെ വെയിറ്റ് ആക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. സൺഡേ നമുക്ക് നല്ല അടിപൊളി കപ്പക്കൂട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇത്രയും ലേറ്റായി പോയത്. ലേറ്റായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-2.5 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് ടേസ്റ്റിലാണല്ലോ ഉണ്ടാക്കുക. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അടിപൊളിയായി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കപ്പ ബിരിയാണി. എനിക്ക് എങ്ങനെയായാലും ആരുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ച് അതിലേക്ക് ചെറുനാരങ്ങ നീരും സവാളയും മല്ലിയിലയും കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഇട്ടിട്ട് ഒന്ന് വറവും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാതിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവിൽ ഉണ്ടാക്കണം. അതായിരിക്കും ഒന്നുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് നല്ല സമാധാനത്തോടെ